ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മൻ വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് OTT റിലീസിന് എത്താൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരാഴ്ചയിലെ OTT റിലീസുകൾ ചിത്രങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ചിത്രങ്ങൾ ഈ ഒരാഴ്ചയിലെ OTT റിലീസിന് എത്തുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പഞ്ചായത്ത് ജട്ടി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മഴവിൽ മനോരമയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു സീരിയലായിട്ടുള്ള മറിമായം ടീമിൻ്റെ ഒരു ചിത്രമായിരുന്നു പഞ്ചായത്ത് ജട്ടി എന്ന് പറയുന്നത്. നമ്മുടെ മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ, അതുപോലെ വിനോദ് കോവൂർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള സലീം കുമാർ എന്നിവരോട് തകർത്ത് അഭിനയിച്ചുള്ള ഒരു മലയാളം മൂവിയായിരുന്നു പഞ്ചായത്ത് ജട്ടി എന്ന് പറയുന്നത് ചിത്രം. ഇപ്പോൾ മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം മനോരമ മാക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കൊറിയൻ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്ക്വിഡ് ഗെയിം 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഈ ഒരു ചിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ചിത്രത്തെ കുറിച്ചിട്ട് ഇപ്പോൾ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുള്ള സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു സർവൈവൽ മൂവിയാണ്. അപ്പോൾ ഈ ചിത്രം കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം അവിടെ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു കൊറിയൻ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ റൗണ്ട് അപ്പ് പുഷ്മെന്റ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഡോങ്ലി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ കാറ്റഗറിയിലൂടെ എടുത്താവുന്ന ചിത്രമായിരുന്നു ദ റൗണ്ട് ഓഫ് പുഷ്മെന്റ് എന്ന് പറയുന്നത് ചിത്രം. ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ് ഉൾപ്പെടെയുള്ള തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷയിലൂടെ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മിസ് യു എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിദ്ധാർത്ഥ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ ജയപ്രകാശ്, അതുപോലെ തന്നെ കരുണാകരൻ, നരേൻ, അനുപമ പരമേശ്വരൻ എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ എത്താവുന്ന ചിത്രമായിരുന്നു മിസ് യു എന്ന് പറയുന്നത്. ഡിസംബർ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റിലീസിൻ്റെ അപ്ഡേറ്റ് ഇതോടെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ചിത്രം ലീക്ക്ഡ് റിലീസായിട്ട് ഇൻഡസ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ചിത്രം ഇപ്പോൾ ലീക്ക്ഡായിട്ട് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ റിലീസ് ഉടനെ തന്നെ ഉണ്ടാവും. ഏത് OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. താനാര എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, ദീപ്തി സതി, അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, ചിന്നു ചാന്ദിനി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റാഫി കഥ എഴുതിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോമഡി ആക്ഷൻ കാറ്റഗറിയിലോട്ട് തന്ന ചിത്രമായിരുന്നു താനാര എന്ന് പറയുന്നത്. ഒക്ടോബർ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് സിംപ്ലി സൗത്ത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി ഈ മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബബിൾ ഗം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റോഷൻ, അതുപോലെ തന്നെ മാനസ ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ബബിൾ ഗം എന്ന് പറയുന്നത്. ചിത്രം ഓൾറെഡി കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് കഴിഞ്ഞ വർഷം തന്നെ ആഹാ തെലുങ്കിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചാണ്. ഇപ്പോൾ സിംപ്ലി സൗത്തിലൂടെ ചിത്രം തമിഴ് ഭാഷയിലൂടെ ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സമുദ്രകന്യ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഈ ഒരു ചിത്രത്തിൻ്റെയും OTT റൈറ്റ്സ് ഈ ചിത്രം കഴിഞ്ഞ വർഷം ആഹാ തമിഴിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചതാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി നമ്മുടെ സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ഈ രണ്ട് ചിത്രവും സിംപ്ലി സൗത്തിലൂടെ ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്വർഗവാസൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ RJ ബാലാജി, അതുപോലെ തന്നെ സെൽവരാഘവൻ, നാറ്റി സുബ്രഹ്മണ്യം, സാനിയ അയ്യപ്പൻ, ഷറഫുദ്ദീൻ, അക്കീം ഷാ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പ്രിസൺ ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു സ്വർഗവാസൽ എന്ന് പറയുന്നത്. നവംബർ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്ത ചിത്രത്തിൻ്റെ ലീക്ക്ഡ് പ്രിന്റ് കഴിഞ്ഞ ആഴ്ചയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബോലുബലയ്യ 3 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കാർത്തിക് ആര്യൻ, അതുപോലെ തന്നെ വിദ്യാബാലൻ, മാധുരി ദക്ഷിത്, തൃപ്തി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ബോലുബലയ്യ 3 എന്ന് പറയുന്നത്. ദീപാവലിക്ക് തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് അടിച്ചിട്ടുള്ള ഒരു കോമഡി ഹൊറർ മൂവിയായിരുന്നു ബോലുബലയ്യ 3 എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗ്ലാഡിയേറ്റർ 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നവംബർ മാസം തിയേറ്ററിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു ഗ്ലാഡിയേറ്റർ 2 എന്ന് പറയുന്നത്. തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ട്
സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ത്രയം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, സണ്ണി വെയിൻ, അതുപോലെ തന്നെ രാഹുൽ മാധവ്, ചന്തുനാഥ്, അനാർക്കിലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരുപാട് ആൾക്കാരായിട്ട് അഭിനയിച്ചിട്ടുള്ള, ഒരുപാട് പേര് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ത്രയം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിലൈസ് ചെയ്ത് ഒക്ടോബർ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ വരുന്ന ഡിസംബർ മാസം 31-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അയ്യർ ഇൻ അറേബ്യ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മുകേഷ്, ഉർവശി, ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ ഷൈൻ ടോം ചാക്കോ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് ഭാഗത്തിലൂടെ എടുത്താകുന്ന ചിത്രമായിരുന്നു അയ്യർ ഇൻ അറേബ്യ എന്ന് പറയുന്നത്. തിയേറ്ററിലൈസ് ചെയ്ത തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ സൈന പ്ലേ ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം 31-ാം തീയതി സൈന പ്ലേയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹലോ മമ്മി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷറഫുദ്ദീൻ, അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മി, അജു വർഗീസ്, അദ്രി ജോ, അതുപോലെ തന്നെ ജോമോൻ ജ്യോതിർ, ജഗദീഷ്, അതുപോലെ തന്നെ നമ്മുടെ ജോണി ആന്റണി എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിലൂടെ താവുന്ന ഒരു ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്നത്. തിയേറ്ററിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വരുന്ന ജനുവരി മാസം 9-ാം തീയതി നമ്മുടെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബിഗ് ബെൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനു മോഹൻ, അജയ് രവി, അതുപോലെ തന്നെ വിനയ് ഫോർട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ഡ്രാമ വേർത്തിലൂടെ താഴ്ന്ന ചിത്രമായിരുന്നു ബിഗ് ബെൻ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ചിത്രത്തിന്റെ റിലീസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ വരുന്ന ജനുവരി മാസം 3-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പുഷ്പ 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അല്ലു അർജുൻ ഗാരു, ലക്ഷ്മിക മന്ദാന, ഫഹദ് വാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് സുകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പുഷ്പ 2 എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് ഏകദേശം 1500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ജനുവരി മാസമാണ് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന്റെ തമിഴ് പതിപ്പ് ലീക്കായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി ഈ പാൻ ഇന്ത്യ ഭാഷയിൽ മലയാളം ഉൾപ്പെടെയുള്ള തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഈ വരുന്ന ജനുവരി മാസം 9-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, കലാഭവൻ ഷാജോൻ, പ്രശാന്ത് അലക്സാണ്ടർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താഴ്ന്ന ഒരു ചിത്രമായിരുന്നു പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 9-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അർജുന അശോകൻ, സംഗീത എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താഴ്ന്ന ഒരു ചിത്രമായിരുന്നു ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത്. നമ്മുടെ അഭിലാഷ് പിള്ള കഥ എഴുതിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 ഓപ്ഷനാണ്. ചിത്രം ഒന്നെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 31-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസ് റിലീസിന് എത്തുന്ന ഒരു അപ്ഡേറ്റ് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, നസ്രിയ നസീം, അതുപോലെ തന്നെ ദീപക് പറമ്പോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ ലേക്കഡ് പ്രിന്റ് കഴിഞ്ഞ ഒരു ആഴ്ചയിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 31-ാം തീയതി ന്യൂ ഇയർ പ്രീമിയർ ആയിട്ട് C5-ലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അത് ഒഫീഷ്യൽ ആണെന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ
OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഐ എം കാതലൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നസ്ലിൻ ഗഫൂർ, ദിലീഷ് പോത്തൻ, സജിൻ ചെറുകുഴി, വിനീത് വിശ്വം, ലിജ മോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ടെക്നോ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു ഐ ആം കാതലൻ എന്ന് പറയുന്നത്. നവംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ടൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മനോരമ മാക്സിൻ്റെ ഭാഗത്ത് നിന്ന് കമ്മിങ് സൂൺ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 10-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അതിനുശേഷം മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.